ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ചായക്കൊപ്പം നല്ലൊരു അടിപൊളി ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്സ് റെഡിയാക്കിയാലോ. നമ്മൾ ഇടിയപ്പത്തിനും പത്രിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉപയോഗിച്ചാണ് നമ്മൾ ഈ സ്നാക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധാ ഇടിയപ്പത്തിൻ്റെ പത്രിയുടെ ഒക്കെ പൊടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കുറേശ്ശെ ചേർത്ത് കൊടുത്താണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിത് നനച്ചെടുക്കുന്നത്. ആകെ മൊത്തം 1 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഈ ഒരു അളവിൽ വെച്ച് നമുക്ക് നോർമൽ മധുരം ഒഴിക്കും. കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർക്കുന്നുള്ളൂ. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്ത് നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് മാത്രമാണെങ്കിൽ ഒരു 3-4 ഏലക്ക പൊടിച്ചത് മതിയാകും. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സൈസ് ആണെങ്കിൽ 2 ഏത്തപ്പഴം എടുക്കാവുന്നതാണ്. ഏത്തപ്പഴം അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ വലുപ്പത്തിലാണ് ഞാനിവിടെ എല്ലാം തന്നെ ഉരുട്ടിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതായിപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇതേപോലെ ബോളാക്കി ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും തട്ടിൽ നമുക്ക് ഇതേപോലെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുളകളായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ ഉണ്ടയിൽ തേങ്ങ ചിരകിയത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിലൊന്ന് റോൾ ചെയ്തിട്ടും ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ആവി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലാക്കി 20 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 20 മിനിറ്റിൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പഴയകാല സ്നാക്സ് ഒക്കെ എല്ലാവരും ഒന്ന് തീർച്ചയായും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നമ്മൾ ഓയിലൊന്നും ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല ഇതിൽ. അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്നാക്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെ കൂടിയാണ് ഇതിന്. അപ്പോൾ ഏത്തപ്പഴം ചേർത്ത് റെഡിയാക്കിയ പഴമുണ്ട്. എല്ലാവരും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.